ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡ്ഇൻ, വേർഡ്പ്രസ് അതുപോലെ യൂട്യൂബിന്റെ ആക്സസ് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട്, ഫേസ്ബുക്ക് പേഴ്സണൽ അക്കൗണ്ട്, അതുപോലെ അഡ്മിൻ യൂട്യൂബ് ആൻഡ് വേർഡ്പ്രസ് അക്കൗണ്ട്സ്, അതുപോലെ ലിങ്ക്ഡ്ഇന്റെ പേഴ്സണൽ അക്കൗണ്ട്സ്, ഇതിന്റെ ഒന്നും പാസ്വേഡ് ഡയറക്റ്റ് നിങ്ങളുടെ ക്ലയൻസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്യുന്ന സോഷ്യൽ മീഡിയ മാനേജർക്കോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതിന്റെ എക്സെപ്ഷൻ ഒരേ ഒരു സ്ഥലത്തേ വരുന്നുള്ളൂ, അത് ഇൻസ്റ്റഗ്രാം ആണ്. അത് പേഴ്സണൽ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ചിലപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടി വരും, സ്റ്റോറിയോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ചിലപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് മാത്രം ചിലപ്പോൾ പാസ്വേഡ് ഇൻക്ലൂഡിംഗ് പാസ്വേഡ് നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. മറ്റ് എല്ലാ പ്ലാറ്റ്ഫോംസിനും നിങ്ങൾക്ക് ഇതിന്റെ ആക്സസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂട്യൂബ്, ലിങ്ക്ഡ്ഇൻ, ഫേസ്ബുക്ക് പേജ്, ആഡ്സ് മാനേജർ, അതായത് മെറ്റ ബിസിനസ് സ്യൂട്ടിന്റെ ആക്സസ് എങ്ങനെ കൊടുക്കാമെന്നുള്ളതും ഒപ്പം നിങ്ങൾക്ക് ഇതെങ്ങനെ റൈറ്റ് ആയിട്ട് കൊടുക്കാമെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ടു ഓൾ ദ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഔട്ട് ദെയർ, നിങ്ങൾ ഒരിക്കലും ക്ലയൻസിന്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് അവരുടെ പേഴ്സണൽ അക്കൗണ്ടിന് പാസ്വേഡും ഡീറ്റെയിൽസും വാങ്ങിക്കരുത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒന്നാമത്തെ നിങ്ങൾ ആ പാസ്വേഡും കാര്യങ്ങളും വളരെ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കേണ്ടി വരും. ഇൻ കേസ് ഭാവിയിൽ എന്തെങ്കിലും ഫോം ഓഫ് ഹാക്കിംഗ് ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തലയിൽ വന്നിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് ഒരു പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതുപോലെ ഒരു ബിസിനസ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ സമയത്ത് അവരുടെ പേഴ്സണൽ അക്കൗണ്ടിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ചിലപ്പോൾ നമ്മളത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. സോ ഇങ്ങനെയുള്ള പാസ്വേഡ്സ് അതുപോലെ പേഴ്സണൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും തന്നെ മേടിക്കാതിരിക്കുക. അങ്ങനെയുള്ള ടൈമിൽ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെയാണ് നിങ്ങൾ ആക്സസ് തരേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആക്സസ് മേടിക്കുക. അതാണ് ഏറ്റവും സേഫ് ആൻഡ് മോസ്റ്റ് പ്രൊഫഷണൽ വേ ഓഫ് ഹാൻഡ്ലിംഗ് ഡീറ്റെയിൽസ്. ഇത് ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആണ്. ഇങ്ങനെയാണ് യൂഷ്വലി നമ്മൾ ആക്സസ് കൊടുക്കുന്നത്. ഒപ്പം ആക്സസ് കൊടുക്കുന്ന സമയത്ത് ലാപ്ടോപ്പിൽ നിന്ന് ആക്സസ് കൊടുക്കാൻ പറയാം. ബിക്കോസ് ചിലപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിംഗ്സ് നിങ്ങൾ മൊബൈലിൽ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ മൊബൈലിൽ അങ്ങനെ തന്നെ കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ലാപ്പിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ഒക്കെ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതിനകത്ത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഗൂഗിൾ ക്രോമിൽ തന്നെ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്തിട്ട് ഫോണിൽ നിന്ന് തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ലാപ്ടോപ്പ് അവൈലബിൾ ആണെങ്കിൽ ലാപ്പിൽ നിന്ന് ചെയ്യാം. അപ്പോൾ അധികം വൈകാതെ ആദ്യം തന്നെ ഫേസ്ബുക്ക് എന്താ നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനത്തിന് മാത്രം എങ്ങനെ ആക്സസ് കൈമാറിയാൽ മതി എന്ന് അറിഞ്ഞാൽ മതിയെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിന്റെ ടൈം സ്റ്റാമ്പ് കൊടുക്കാം. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് വെച്ച് ഫോളോ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫേസ്ബുക്കിന്റെ ആക്സസ് എങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യാന്നുള്ളതാണ്. ഫേസ്ബുക്കിന്റെ ആക്സസ് ഹാൻഡ് ഓവർ ചെയ്യാൻ അവരുടെ പേഴ്സണൽ അക്കൗണ്ട് ആദ്യം എടുക്കുക. അതിൽ നിന്ന് അവരുടെ പേജ് എടുക്കാൻ പറയാം. പേജ് നമ്മൾ എടുത്തതിന് ശേഷം ഇവിടെ താഴെ സെറ്റിംഗ്സിന്റെ ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സ് എടുക്കുക. ഇവിടെ പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. പേജ് സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേജ് ആക്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പേപ്പിൾ വിത്ത് ഫേസ്ബുക്ക് ആക്സസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ കൈമാറുന്ന ആളുകളുടെ ഫേസ്ബുക്കിന്റെ ലിങ്ക് ചോദിക്കുക. ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് അവരുടെ പേര് കറക്റ്റ് ആയിട്ട് എന്താണോ അതിവിടെ നിങ്ങൾ ജസ്റ്റ് അടിച്ചു നോക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നത് ബ്രിജിൻ എന്ന് പറയുന്ന ഒരാൾക്കാണെങ്കിൽ ബ്രിജിൻ എന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് ആക്സസ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിൽ നമുക്ക് കാണിക്കുന്നുണ്ട് എന്തൊക്കെ ആക്സസ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. കോണ്ടന്റ്, മെസ്സേജസ് ആൻഡ് കോൾസ്, കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി, ആഡ്, ഇൻസൈറ്റ്സ്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഇവിടെ താഴെയായിട്ട് കണ്ടോ, ഇതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും നിങ്ങൾ ആക്സസ് ഡയറക്റ്റ് കൊടുക്കരുതെന്ന് പറയാനുള്ള റീസൺ. അലൗ ദിസ് പേഴ്സൺ ടു ഹാവ് ഫുൾ കൺട്രോൾ. അതായത് നിങ്ങൾ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ ക്ലയന്റുമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, പേജ് ഹാൻഡിൽ ചെയ്യുന്ന ആൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെയാണ് നിങ്ങൾ ഫുൾ ആക്സസ് കൊടുക്കുന്ന സമയത്ത് സംഭവിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഫുൾ ആക്സസ് അവർക്ക് ഒരിക്കലും കിട്ടില്ല. നിങ്ങളായിരിക്കും എപ്പോഴും സൂപ്പർ അഡ്മിൻ ആയിട്ട് ഇരിക്കുക. സോ ഈ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾക്ക് ആ ഇഷ്യൂ വരില്ല. സോ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഹാൻഡ് ഓവർ ചെയ്യണം, ഇങ്ങനെ തന്നെ നിങ്ങൾ കൈപ്പറ്റാവൂ എന്ന് പറയുന്നത്. ഇവിടെ ഗീവ് ആക്സസ് എന്ന് കൊടുക്കുമ്പോൾ അവരുടെ ഫേസ്ബുക്ക് പാസ്വേഡ് ഒന്നും കൂടി ചോദിക്കും. അത് എൻ്റർ ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ മെയിലിലും ഒപ്പം ഇവരുടെ ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷനിലും ഇങ്ങനെ ഒരു പേജ് ഇൻവൈറ്റഡ് യു ടു ഗെറ്റ് ആക്സസ് ടു ദിസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വരും. ആ മെയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 14 ഡേയ്സിനുള്ളിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേജിന്റെ ആക്സസ് വരും. ഇതല്ലാതെ ഒരു സ്പെസിഫിക് ടാസ്ക് മാത്രം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആക്സസ് കൊടുക്കാൻ പറ്റും. അതാണ് പീപ്പിൾ വിത്ത് ടാസ്ക് ആക്സസ്. നമ്മൾ സെയിം ആൾക്ക് തന്നെ ഇതിപ്പോൾ നിങ്ങൾ ഓൾറെഡി മുകളിലത്തെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ആക്സസ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഫോർ എക്സാമ്പിൾ ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ, അതായത് ഇതിനകത്ത് സാധനങ്ങൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് ഒരാളുടെ ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ, അതായത് കണ്ടന്റ് മാത്രം പോസ്റ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, സ്റ്റോറീസ് ഇടുക, ഇത് മാത്രം നിങ്ങളുടെ പേജിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആക്സസ് വേണമെങ്കിൽ കോണ്ടന്റിന്റെ ഈ ഓപ്ഷൻ
മാത്രം കൊടുത്തിട്ട് ഗീവ് ആക്സസ് കൊടുക്കാം. അതല്ല ഇതിൽ കോണ്ടന്റ് ഒന്നും അവർ പോസ്റ്റ് ചെയ്യണ്ട, ആഡ്സ് മാത്രം റൺ ചെയ്താൽ മതിയെങ്കിൽ ആഡ്സിന്റെ ഓപ്ഷൻ മാത്രം എനേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഐഡിയലി സ്പീക്കിംഗ് ആഡ്സ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഇൻസൈറ്റ്സും കൂടി ഒഫീഷ്യലി കൊടുക്കേണ്ടി വരും. കോണ്ടന്റ് കൊടുക്കുന്ന ആളുകൾക്ക് കോണ്ടന്റ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി, മിനിമം കോണ്ടന്റും കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി എനേബിൾ ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ആക്സസ് കൈമാറാൻ പറ്റുക. ഇത് ഫേസ്ബുക്ക് പേജിന്റെ കാര്യമാണ്. ഇനി നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് കമ്പനി പേജ് ഉണ്ട്. അത് ഓൾറെഡി ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് കണക്ട് ചെയ്ത് കിടക്കുന്ന പേജാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെറ്റ ബിസിനസ് സ്യൂട്ട് വഴി ഇതിന്റെ ആക്സസ് കൊടുക്കാൻ പറ്റും. ഇത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളുടെ പേജ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ മുകളിലായിട്ട് നിങ്ങളൊന്ന് ബാക്ക് പോവാം, നിങ്ങളൊരു പുതിയ പേജ് എടുത്തിട്ട് മെറ്റ ബിസിനസ് സ്യൂട്ട് എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ സ്റ്റാർട്ട് നൗ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഓൾറെഡി ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം കണക്ട് ചെയ്ത് നിങ്ങൾ മെറ്റ ബിസിനസ് സ്യൂട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിട്ടാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് ബിസിനസ് മാനേജർ ആക്സസ് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും. മൈഡിയ കൊച്ചി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്ന കാണാം. ഇവിടെ ആയിട്ട് ഒരു സെറ്റിംഗ്സിന്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആളുകളെ ആഡ് ചെയ്യാം. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ഒരാൾക്ക് ആക്സസ് കൊടുക്കാം. അതായത് ഇത്ര ദിവസം വരെ നിങ്ങൾക്ക് ഒരാൾക്ക് ആക്സസ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ബിസിനസ് പോർട്ട്ഫോളിയോ ആക്സസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇവിടെ ഡയറക്റ്റ് അവർ യൂസ് ചെയ്യുന്ന മെയിൽ ഐ ഡി ഏതാണോ, അവരുടെ മെയിൽ ഐ ഡി എന്താണോ അതാണ് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ അവരുടെ ഡീറ്റെയിൽസ് കാണിക്കും. അവർക്ക് മെയിൽ ആയിട്ടാണ് അതിന്റെ ആക്സസ് പോവുക. നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഒരു മെയിലിനാണ് ഞാൻ ആക്സസ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇതിൽ ടെമ്പററി ആക്സസ് ആയിട്ടാണ് എനിക്ക് കൊടുക്കണമെങ്കിൽ എന്ന് വരെ എനിക്ക് ആക്സസ് കൊടുക്കാം എന്ന് തീരുമാനിച്ചിട്ട് നമുക്ക് ഇവിടെ അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ എനിക്ക് ഒക്ടോബർ 31 വരെ ഒരാൾക്ക് ആക്സസ് കൊടുക്കണം. ഞാൻ അതിവിടെ സെലക്ട് ചെയ്തിട്ട് എനിക്ക് കൊടുക്കാം. ബേസിക് ആക്സസ്, ഫുൾ ആക്സസ്, കൺട്രോൾ എവറിത്തിങ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ടെമ്പററി ആക്സസ് കൊടുക്കുന്ന സമയത്ത് കിട്ടില്ല. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആക്സസും കൊടുക്കാൻ പറ്റും. ഇവിടെ ഫുൾ ഓഫ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് കൊടുക്കുന്നു. ഏത് അക്കൗണ്ട്, അതായത് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും നിങ്ങൾക്ക് ആക്സസ് കൊടുക്കണമെങ്കിൽ കൺഫേം സെലക്ഷൻ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇതെല്ലാം എനേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കൺട്രോൾ എവറിത്തിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിൽക്കാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി മെസ്സേജ് കറക്റ്റ് ഏതൊക്കെയാണോ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആക്സസ് കൊടുക്കാം. ഇവിടെ നിങ്ങൾ ആക്സസ് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും രണ്ടിന്റെ ആക്സസും മറ്റൊരാൾക്ക് കിട്ടാം. ഇനി നമുക്ക് അടുത്തത് എങ്ങനെ യൂട്യൂബിന്റെ ആക്സസ് വേറൊരാൾക്ക് കൊടുക്കാം എന്ന് നോക്കാം. യൂട്യൂബിന്റെ ആക്സസ് കൊടുക്കാൻ ആക്ച്വലി വെരി സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തതിന് ശേഷം യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കാണിക്കുക. അപ്പോൾ യൂട്യൂബിൻ്റെ ആക്സസ് കൊടുക്കുന്ന സമയത്ത് ചിലർ അവരുടെ ജിമെയിൽ അക്കൗണ്ട് ഒക്കെ കൊടുക്കും. ഡെഫിനറ്റ്ലി അത് ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ആക്സസ് കൊടുക്കേണ്ടത്. ഇതിന് താഴെയായിട്ട് നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. ഇതിന് താഴെയായിട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സ് ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പെർമിഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടക്കുന്നതാണ്. ഈ പെർമിഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻവൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞെക്കി നിങ്ങൾക്ക് ഇവിടെ മെയിൽ ഐ ഡി, നിങ്ങൾ ആർക്കാണോ ആക്സസ് കൈമാറേണ്ടത് അവരുടെ ജിമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കണം. ശേഷം നിങ്ങൾക്ക് ആക്സസ് എന്തൊക്കെ ആക്സസ് ആണ് കൊടുക്കേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. നമ്പർ 1 ഇസ് മാനേജർ. മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കൺട്രോൾസും നമ്മൾ ഒരാൾക്ക് കൈമാറാണ്. അതായത് അവർക്ക് എല്ലാം കാണാം, അതുപോലെ തന്നെ പെർമിഷൻസ് മാനേജ് ചെയ്യാം, ലൈവ് പോവാം, കണ്ടന്റ് പോസ്റ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. എഡിറ്റർ ഓപ്ഷൻ ആണെങ്കിൽ അവർക്ക് കോണ്ടന്റ് ഡിലീറ്റ് ചെയ്യാനും അങ്ങനെയുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. മാനേജർ എന്ന് പറയുന്നത് നിങ്ങൾ അത്രയും ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് കൈമാറിയാൽ മതി. നിങ്ങളുടെ പേജ് ജസ്റ്റ് മാനേജ് ചെയ്യേണ്ട ആവശ്യങ്ങൾക്കാണെങ്കിൽ ഗോ ഫോർ എഡിറ്റർ. എഡിറ്റർ ആവുമ്പോൾ നമ്മുടെ റവന്യൂ എത്രയുണ്ട് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല. ജസ്റ്റ് അവർക്ക് സാധനങ്ങൾ പോസ്റ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ്. അതായത് സബ് ടൈറ്റിൽസ് എഡിറ്റർ പേര് പറയുന്ന പോലെ സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും മാത്രമേ പറ്റുള്ളൂ. പിന്നെ വ്യൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ക്രിയേറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. വ്യൂവർ ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ഡാറ്റയും കൂടി വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല. നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ മാനേജർക്കൊക്കെയാണ് നിങ്ങൾ ഒരു ആക്സസ് കൊടുക്കുന്നെങ്കിൽ എഡിറ്റർ കൊടുത്താൽ മതി. എഡിറ്റർ വരെയാണ് മാക്സിമം അവർക്ക് പെർമിഷൻസ് വേണ്ട ആവശ്യമുള്ളൂ. മാനേജർ ആക്കി കഴിഞ്ഞാൽ മാനേജർ എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ ആളുകളെ ഇതുപോലെ തന്നെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഇത് നിങ്ങളുടെ മെയിലിലേക്കാണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു മെയിൽ വരിക. ഇങ്ങനെ നിങ്ങൾക്ക് ഇന്നൊരു പേജിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, യു ക്യാൻ അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് റിവ്യൂ ആൻഡ് അക്സെപ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് ഇവർക്ക് ആ ആക്സസ് കൊടുക്കും. ഇവിടെ ഡൺ ഞെക്കിയിട്ട് ഇവിടെ താഴെ സേവ് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ആക്സസ് കൊടുക്കാൻ പറ്റും. എഡിറ്റർ ലിമിറ്റഡ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഡൺ ഞെക്കിയിട്ട് ഞാനിവിടെ സേവ് ഞെക്കി കഴിഞ്ഞാൽ നമ്മളോട് പാസ്വേഡ് ചോദിക്കും. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിന്റെ പാസ്വേഡ് ആണ് ഇവർ ചോദിക്കുക. പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷന്റെ റിവ്യൂ പോകും. ഇതാണ് യൂട്യൂബിന്റെ പേജ് നമ്മൾ ആക്സസ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ലിങ്ക്ഡ്ഇൻ നോക്കാം. അപ്പൊ ലിങ്ക്ഡ്ഇന്റെ ആക്സസ് പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക്ഡ്ഇന്റെ പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുന്നത്. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ പേജിന്റെ ആക്സസ് നിങ്ങൾ കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ
ഒരിക്കലും അതിന് സാധിക്കില്ല. ഇപ്പം എന്റെ ലിങ്ക്ഡിൻ പേജ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ലിങ്ക്ഡിനിൽ എന്നെ ഫോളോ ചെയ്യാത്തവരെ ഫോളോ ചെയ്യുക. ഞാൻ അവിടെയാണ് കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ ഒരു പേഴ്സണൽ പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ആക്സസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ആൻഡ് ലിങ്ക്ഡിന്റെ പേജിന്റെ ആക്സസ് നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം വഴി ചെയ്യാനും പറ്റില്ല. നിങ്ങൾക്ക് എന്തായാലും ലാപ്ടോപ്പിന്റെ ആവശ്യമുണ്ട്. നമുക്ക് എങ്ങനെ അതിന്റെ ആക്സസ് കൊടുക്കാൻ നോക്കാം. ആദ്യം തന്നെ നമ്മളുടെ ഇതുപോലുള്ള കമ്പനി പ്രൊഫൈൽ പേജസ് മാത്രമാണ് നിങ്ങൾക്ക് ആക്സസ് കൊടുക്കാൻ പറ്റാട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ എന്റെ കമ്പനി പേജ് എടുക്കുകയാണ്. ഇവിടെ നിന്ന് ഞാൻ മാനേജ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ കമ്പനിയുടെ പേജ് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഗ്രോഗ്രാഫ്സ് ഡിജിറ്റൽ സൊല്യൂഷൻസിന്റെ പേജ് എടുക്കുകയാണ്. കണ്ടോ, ഇവിടെ താഴെ നമുക്ക് ആഡ് പേജ് അഡ്മിൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. പേജ് അഡ്മിന്റെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ആഡ് അഡ്മിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആർക്കാണോ ആക്സസ് കൊടുക്കേണ്ടത്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ആളെ ഞാൻ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ബ്രിജൻ ജോർജ് എന്ന് പറയുന്ന ആളെ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം എനിക്കിവിടെ ഇതുപോലെ തന്നെ സൂപ്പർ അഡ്മിൻ, കണ്ടന്റ് അഡ്മിൻ, ക്യൂറേറ്റർ, അനലിസ്റ്റ് ഏത് ഓപ്ഷൻ ആണ് വേണ്ടത്. കോണ്ടന്റ് അഡ്മിൻ ആണ് യൂഷ്വലി നമ്മളിപ്പോൾ ഒരാൾക്ക് പേജ് മാനേജ് ചെയ്യാനുള്ള ആക്സസ് ആണെങ്കിൽ കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്നു, സേവ് ഞെക്കുന്നു, വീണ്ടും നമ്മൾ പാസ്വേഡ് അടിക്കേണ്ടി വരും. പാസ്വേഡ് അടിക്കുന്നു, അത് നമ്മുടെ പേഴ്സണൽ പേജിന്റെ പാസ്വേഡ് ആണ്. അതടിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ ആക്സസ് കൊടുക്കാം. ഇനി ഒരു ആക്സസിനെ കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കണം. ദാറ്റ് ഇസ് വേർഡ്പ്രസ് ആക്സസ്. വേർഡ്പ്രസ് നമ്മൾ വെബ്സൈറ്റ് ഒരാൾക്ക് നമ്മൾ കൈമാറുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആക്സസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ SEO വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് എങ്ങനെയാണ് വേർഡ്പ്രസിൽ ലോഗിൻ ചെയ്യണമെന്ന് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. growgraph/WP admin, അതായത് നമ്മൾ ഏത് വെബ്സൈറ്റ് ആണോ /login എന്ന് ഞെക്കി കഴിഞ്ഞാൽ വേർഡ്പ്രസ് ആണെങ്കിൽ, അതായത് growgraphs എന്ന് ഞാൻ ഗൂഗിൾ ചെയ്യുന്നു, ഞാൻ എന്റെ വെബ്സൈറ്റിലേക്ക് പോകുന്നു. സെർച്ച് ബാറിൽ ഞാൻ ലോഗിൻ എന്ന് ഞെക്കി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക. ലോഗിൻ ഞെക്കി കഴിഞ്ഞാൽ w-login.php എന്ന് പറഞ്ഞ് കാണിക്കും. ഇപ്പം ഞാൻ ലോഗിൻ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ സൂപ്പർ അഡ്മിൻ ആയിട്ടാണ്. അതായത് നമുക്ക് ആക്സസ്, ഇതിന്റെ കംപ്ലീറ്റ് ആക്സസ് ഉള്ള ഒരു പേജിലേക്ക് ഞാൻ ലോഗിൻ ചെയ്യാം. ഇങ്ങനെ ഞാൻ ലോഗിൻ ചെയ്തതിന് ശേഷം ഞാൻ ഒരാൾക്ക് ആക്സസ് കൊടുക്കും. അതായത് ഇപ്പൊ അവർക്കൊരു ബ്ലോഗ് എഴുതണം ഈ പേജിൽ. ഇപ്പം ബ്ലോഗ് എഴുതാനായിട്ട് ഞാൻ ആക്സസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ഇതിന്റെ ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ യൂസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. യൂസറിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എ ന്യൂ യൂസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ ആഡ് എ ന്യൂ യൂസറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അവർക്കുള്ള ഒരു യൂസർ നെയിം, മെയിൽ ID, അവരുടെ ഏത് മെയിൽ ID ആണോ അവർക്ക് വേണ്ടത് ആ മെയിൽ ID, ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, അവർക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യാം, അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഒപ്പം അവർക്കൊരു ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാസ്വേഡും കൂടി ആക്കിയിട്ടിട്ട് ഇവിടെ റോളിൽ ഞാൻ ആക്സസ് കൊടുക്കണം. SEO റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആൾക്കാണ് നിങ്ങൾ ആക്സസ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് എഡിറ്ററിന്റെ ഓപ്ഷൻ കൊടുക്കുക. എഡിറ്റർ ഓർ ഓതർ, ഇത് രണ്ടായാലും കുഴപ്പമില്ല. എഡിറ്റർ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. അവർ അത്യാവശ്യം നല്ല രീതിയിൽ SEO ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്ററിൽ കൊടുക്കുക. ആൻഡ് ഓതർ എന്ന് പറഞ്ഞാൽ ബ്ലോഗ് മാത്രമേ അവർക്ക് എഴുതാൻ സാധിക്കുള്ളൂ. കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള കറക്ഷൻസും കാര്യങ്ങളും, അതിനകത്ത് പോലും എല്ലാത്തിലും അഡ്മിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബറും കസ്റ്റമറും ഷോപ്പ് മാനേജറും. ഷോപ്പ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജിൽ ലൈക്ക് നമ്മൾ e-commerce വെബ്സൈറ്റ് ആണെങ്കിൽ അതിൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനും പ്രൊഡക്റ്റ് റിമൂവ് ചെയ്യാനും മാത്രമേ അവർക്ക് ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഇവിടെ ആക്സസ് കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ ആഡ് യൂസർ എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇവർ ഇതേപോലെ, അതായത് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് /login എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവരുടെ ഈ യൂസർ നെയിമും ഇവർക്ക് കൊടുത്തിട്ടുള്ള പാസ്വേഡും കൂടി അവർക്ക് കൈമാറി കഴിഞ്ഞാൽ അവർക്ക് അത് വെച്ച് ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ പണി തുടങ്ങാം. ഒപ്പം നിങ്ങൾക്ക് അവരെന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അഡ്മിൻ പാനലിൽ നിന്ന് നോക്കി കാണുകയും ചെയ്യാം. ഇങ്ങനെയാണ് ലിങ്ക്ഡിൻ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഒപ്പം വേർഡ്പ്രസിന്റെയും യൂട്യൂബിന്റെയും ആക്സസ് എക്സാക്ട്ലി ഇങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ. വീഡിയോ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. നമ്മുടെ ചാനലിൽ ഒരു മെഗാ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ് നടക്കുന്നുണ്ട്. ഫ്രീ കോഴ്സാണ്. ജോയിൻ ചെയ്യാനായിട്ട് താഴെ കൊടുത്തിട്ടുള്ള പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.